നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം കൊണ്ട് ഞങ്ങൾക്ക് ദാനമായി നൽകി ഒരു വിശുദ്ധ ദിവസം കൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ നീ ഞങ്ങൾക്ക് സാവകാശം നൽകുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും പാടി മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ നിന്റെ സാന്നിധ്യം നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെയും ഹൃദയങ്ങളെയും അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ അങ്ങയെ തിരിച്ചറിയുവാനും അങ്ങയുടെ ഹൃദയത്തോട് ചേർന്നിരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമീൻ. ദൈവനാമ മഹത്വത്തിനും ആരാധനയുടെ ആരംഭത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 25-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. 25 ജ്ഞാനകീർത്തനം. സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായിനെ സ്വീകരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും നമ്മുടെ കുറവുകളെ ഓരോന്നായി ഏറ്റുപറയുകയും ചെയ്യാം. അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. മൂന്നാമത്തെ പ്രാർത്ഥന. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ഈ സമയം നമുക്ക് വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ആദ്യം പഴയ നിയമ വേദഭാഗം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള ദൈവവാക്യങ്ങളെ കേൾക്കുന്നു. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്കകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്നും ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലിന്റെ സകല പ്രയാണങ്ങളിലും അവർ എല്ലാവരും കാണുകയും പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. ഇവിടെ വായിപ്പാൻ നിശ്ചയിച്ച ഭാഗം വായിച്ചവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 23-ാം സങ്കീർത്തനം. 23-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവ എന്റെ ഇടയിലാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും.
ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം ഫിലിപ്പിയർ 3 അതിൻ്റെ 8 മുതൽ 16 വരെ. ഫിലിപ്പിയർ 3 8 മുതൽ 16 വരെയുള്ള ദൈവവചനങ്ങൾ കേൾക്കും. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്തം എന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനെ ലഭിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയനെയും മത്സരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞം കൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് കൊടുക്കും. നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതൊന്നും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ 186 പാട്ട് നമുക്ക് ചേർക്കാം. ജ്ഞാനകീർത്തനങ്ങളിൽ 186. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകാണിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഈ വിശുദ്ധ ദിനം നീ ഞങ്ങൾക്കായിട്ട് വേർതിരിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ നൽകുന്നതായിട്ടുള്ള വചനത്തിൻ്റെ ദിവ്യദർശനങ്ങളെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ഞങ്ങളുടെ ഭാവനങ്ങളെയും നീ സഹായിക്കണമേ. കർത്താവെ, എല്ലാം നന്മയായതുകൾ തിരിച്ചറിയുവാനും സ്വീകരിക്കാനും നിന്റെ വചനത്തിൽ നിന്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കൂടെ ഇരിക്കണമേ. ക്രിസ്തയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം ദൈവസ്ഥാനത്തിലിരുന്ന് ആരാധിക്കുവാൻ, ദേവാലയത്തിലിരുന്ന് ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള സാഹചര്യം, സാവകാശവും അനുവാദവും ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈസ്റ്ററിന് ശേഷം 3-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ലോക്ക്ഡൗണിൽ
ആറാമത്തെ ഞായറാഴ്ചയാണ്. 6 ഞായറാഴ്ചകളായിട്ട് ദേവാലയത്തിൽ ആരാധനയ്ക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അനുദിന ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പമുള്ള സംസർഗം. അനുദിന ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പമുള്ള സംസർഗം എന്നുള്ളതാണ്. കമ്മ്യൂണിയൻ വിത്ത് ദ റിസൺ ലോർഡ് എന്നുള്ള വിഷയത്തിൽ നിന്നാണ് നമുക്കിന്ന് ധ്യാനിക്കുവാനായിട്ടുള്ളത്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34 മുതൽ 38 വരെ, ഫിലിപ്പിയർ 3:8 മുതൽ 16 വരെ, സങ്കീർത്തനങ്ങൾ 23. ഇതൊക്കെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങളാണ്. ഇതിനെ ആസ്പദമാക്കി ചില ചിന്തകളെ നമുക്ക് പ്രഭാതത്തിൽ പങ്കുവയ്ക്കാം. തന്റെ ജനത്തിന്റെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, അവരുടെ അനുദിന ജീവിതത്തിൽ വ്യക്തമായും സ്പഷ്ടമായും സാന്നിധ്യം അറിയിച്ച ഒരു ദൈവത്തെയാണ്, അല്ലെങ്കിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ഒരു ദൈവത്തെയാണ് പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തന്റെ ജനത്തിന്റെ മധ്യത്തിലേക്ക്, അവരുടെ മരുഭൂ പ്രയാണ ജീവിതത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വ്യക്തമായി അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതും അവരെ നയിക്കുന്നതും നടത്തുന്നതും അവിടെ ചരിത്രമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും യഹോവയുടെ സാന്നിധ്യം അവരോടുകൂടെ എന്നും ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ അവര് യാത്ര ആരംഭിക്കും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്ന നാൾ വരെ അവരെ യാത്ര പുറപ്പെടാതെയും ഇരിക്കും. യഹോവയുടെ സാന്നിധ്യം ഈ കൂടാരത്തിന്റെ തിരുനിവാസ കൂടാരത്തിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഇസ്രായേൽ ജനവും അതിനോടൊപ്പം യാത്ര ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ ഗതിയും അവരുടെ സമയക്രമവും ലക്ഷ്യവും ഒക്കെ നിയന്ത്രിച്ചിരുന്നത്, നിശ്ചയിച്ചിരുന്നത് ഈ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ആയിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ അവസാന വാക്കുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതത്തിന്റെ സമയക്രമം, ജീവിതത്തിന്റെ ക്രമം, ജീവിതത്തിന്റെ താളം ഈ ദൈവത്തിന്റെ യാത്രയെ ആശ്രയിച്ചായിരുന്നു, ദൈവിക സാന്നിധ്യത്തിന്റെ യാത്രയെ ആശ്രയിച്ചായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ കഠിനകരമായ യാത്രാപഥങ്ങളിൽ വിശ്വാസിയോടൊപ്പം, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മെ ഓരോരുത്തരെയും ഈ ദൈവത്തിൽ ആശ്രയിപ്പാൻ, ഈ ദൈവത്തിൽ ശരണപ്പെടുവാൻ സാധ്യമാക്കി തീർക്കുന്നത്, സഹായിക്കുന്നത് എന്ന് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വഴി അറിയാതെ ഉഴലുന്ന അന്ധത മൂടിയിരിക്കുന്ന അനുഭവങ്ങളിൽ അവൻ നമ്മുടെ കരം പിടിച്ച് വഴി ഇതാകുന്നു മകനെ മകളെ നടന്നുകൊള്ളുക എന്ന് പറയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും എടുത്ത് സാക്ഷ്യമായിട്ട് പറയുവാൻ സാധിക്കുന്നതാണ്. സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനത്തിൽ അത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലും നമ്മെ കൈവിടാതെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന, നമ്മോട് കൂട്ടായ്മ ആചരിക്കുന്ന, നമ്മുടെ ഭവനങ്ങളിലും ഹൃദയങ്ങളിലേക്കും ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തെക്കുറിച്ചാണ് 23-ാം സങ്കീർത്തനം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒന്ന് ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നുകൊണ്ട് മുന്നിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8 മുതലുള്ള വാക്യത്തിൽ അപ്പോസ്തലൻ നമ്മെ ഇത് പഠിപ്പിക്കുന്നു. പിന്നിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൗലോസ് പറയുകയാണ്. പൗലോസിന്റെ ജീവിതത്തിൽ അഭിമാനിക്കുവാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കുവാനും അഭിമാനത്തോടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ധാരാളം പ്രവർത്തനങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. അവൻ ആശ്രയിപ്പാനും അവനെ നിഗളിപ്പാനും ധാരാളം അനുഭവങ്ങളുണ്ട്. എന്നാൽ അവൻ പറയുന്നു, താൻ പിന്നിലുള്ളതെല്ലാം മറന്നുകൊണ്ട് മുന്നിലുള്ളതിനു വേണ്ടി താൻ അധ്വാനിച്ചതും താൻ നേടിയതുമൊക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് അതിന് നേട്ടങ്ങളായി കാണാതെ അതൊക്കെയും വേണ്ട എന്ന് വെച്ചുകൊണ്ട് മുന്നിലുള്ളതിലേക്ക് വേണ്ടി, വരുവാനായിട്ട് പോകുന്നതിന് വേണ്ടി, അതിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി അവൻ യാത്ര ചെയ്യുന്നു എന്നാണ് അവിടെ പറയുന്നത്. താൻ അഭിമുഖീകരിച്ചതായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്, താൻ അഭിമുഖീകരിച്ചതായിട്ടുള്ള നന്മകളുണ്ട്, നേട്ടങ്ങളുണ്ട്. അതിനൊക്കെയും വിട്ടുകൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് അവൻ ഓടുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞു പോയതല്ല, ഇപ്പോഴുള്ളതല്ല, വരുവാനുള്ളതിനായി ആകാംക്ഷയോടെ, കാംക്ഷയോടെ, ശ്രദ്ധയോടെ
താൻ കടന്നു പോകുന്നു എന്ന് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. വളരെ 3 പ്രധാന ചിന്തകളാണ് ഇന്ന് നാം പങ്കുവെച്ചത്. ഇന്നും കൂടെ അത് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. കർത്താവുമായുള്ള കൂട്ടായ്മയുടെ ഉദ്ദേശം നമ്മെ വരുവാനുള്ളതിലേക്ക് നയിക്കുന്നതായിരിക്കണം, നടത്തുന്നതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവുമായുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം ആ കൂട്ടായ്മയിലായിരിക്കുന്നുവെങ്കിൽ, വരുവാനുള്ളതിലേക്ക് ആ കൂട്ടായ്മ നമ്മെ നടത്തുന്നത് ആയിരിക്കണം. ഇന്നുള്ളതല്ല, ഇന്നലകളിലല്ല, വരുവാനുള്ളതിനു വേണ്ടി ഈ കൂട്ടായ്മ നമ്മെ സഹായിക്കണം. രണ്ടാമതായി, അവനെന്നും നമ്മോടുകൂടെ ഉണ്ട്. ജീവിതത്തിന്റെ അനുഭവം ഏതു തന്നെയായിരുന്നാലും, സന്തോഷകരമായ അനുഭവമാണെങ്കിലും സങ്കടകരമായ അനുഭവമാണെങ്കിലും, ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും, പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും, അവൻ നമ്മോടുകൂടെ ഉണ്ട് എന്ന് രണ്ടാമത് നമ്മെ പഠിപ്പിക്കുക. മൂന്നാമത്, ഈ ദൈവത്തോടു കൂടെയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ താളമായി മാറണം. ഈ ദൈവത്തോടു കൂടിയുള്ള നമ്മുടെ കമ്മ്യൂണിയൻ, ഈ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിന്റെ താളമായി തീരുവാൻ ഇടയാകണം. 3 കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിച്ചത്. ഒന്ന്, വരുവാനുള്ളതിനു വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിയൻ, ഒരു കൂട്ടായ്മ. എന്നും ഉപേക്ഷിക്കാത്തവൻ നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ്. ഇത് ഈ കൂട്ടായ്മ ജീവിതത്തിന്റെ താളമായി തീരുന്ന അനുഭവം. അതിനായിട്ട് ദൈവം നമ്മെ ഒരുക്കട്ടെ, ശക്തീകരിക്കട്ടെ. നമ്മുടെ തലകളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നീ നൽകിയതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നോടൊപ്പം യാത്ര ചെയ്യുവാനും, നീ നൽകുന്ന യാത്രാപഥങ്ങളിൽ കർത്താവ് നിന്നോട് ചേർന്ന് നടക്കുവാനും, നീ കാണിക്കുന്ന വഴിയേക്ക് നീ കർത്താവിനെ നടക്കുവാനും, നീ നടത്തുന്നതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് കടന്നു പോകുവാനും നീ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് നീ ഞങ്ങൾക്ക് കൂട്ടായ്മ നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ജീവിതങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും നിന്റെ കൂട്ടായ്മ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമേ. പ്രാർത്ഥനകൾക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസമായിട്ട് പറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ പാപിക്കപ്പെട്ടു ജനിച്ചു. കഷ്ടപ്പെട്ടു മരിച്ചു, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം അവിടെ നിന്ന് അവൻ ചെയ്യുന്നവരെ മരിച്ചവരെ ന്യായപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് വരാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായി ക്രിസ്തീയ ഗീതങ്ങളിൽ 154-ാമത്തെ ഗീതം ചേർക്കാം. ഗീതം 154.
നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയായി സമർപ്പിക്കാം, മധ്യസ്ഥത ചെയ്യാം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം, കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ അസെൻഷൻ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ പരിപാലിച്ചു. പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ കഷ്ടതകളോ ഒക്കെ വന്നു. ദൈവമൊക്കെ നമ്മെ വിടുവിച്ച് നടത്തിയതിന് ദൈവത്തിന് നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളെ ഓരോന്നായി ദൈവം മുൻപാകെ ഇന്ന് നമുക്ക് സമർപ്പിക്കാം. നമ്മെ അലട്ടുന്നതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടുകൂടെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ യാതനകളൊക്കെ ദൈവം കേൾക്കുകയും നമ്മെ നടത്തുകയും ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയമുള്ളവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും നിറവുകളും ദൈവം ഉയരത്തിൽ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മിസ്റ്റർ സാമുവൽ ജോൺ, മിസ്റ്റർ തോമസ് ജേക്കബ് എന്നീ പ്രിയമുള്ളവരെ നമുക്ക് ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ നിറവുകളും അനുഗ്രഹങ്ങളും ഈ വർഷം നൽകി അവരെ പുലർത്തണമേ എന്ന് നമുക്ക് യാചിക്കാം. പ്രത്യേകമായ അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, വിവിധ പ്രായങ്ങളിലുള്ളവരെ അവരൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പിഞ്ചു പൈതങ്ങൾ മുതൽ വാർദ്ധക്യത്തിന് അനുഭവത്തിൽ വരെയും ആയിരിക്കുന്ന എല്ലാവരെയും പേരുപേരായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പ്രിയമുള്ളവർ, അങ്ങനെ വിവിധ അനുഭവങ്ങളിലൂടെ ആയിരിക്കുന്ന വിവിധ പ്രായ അവസ്ഥകളിലായിരിക്കുന്നവരെ നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളെ നമുക്ക് പ്രത്യേകമായി ഓർക്കാം. ക്യാൻസറിന്റെ മാരകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നവര്, രോഗസൗഖ്യം പ്രാപിച്ചവര്, ചികിത്സകളൊക്കെ നേരിടുന്നവരെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ജാസ്പറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിന്റെ മകനാശ്വാസവും സമാധാനവും വിടുതലും സൗഖ്യവും ദൈവം നൽകി കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാം. പടിപടിയായി നിന്റെ മകനാശ്വാസം ലഭിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ വാർദ്ധക്യത്തിന്റെ അനുഭവങ്ങളിൽ, ഭവനങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അനേകരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ സംരക്ഷണവും കാവലും അവരോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതിന് ദൈവിക കൂട്ടായ്മയിൽ അവർ ഉല്ലസിപ്പാനും സന്തോഷിപ്പാനും ദൈവം നൽകുന്ന വലിയ കൂട്ടായ്മയിൽ ദൈവത്തോട് ചേർന്ന് ആയിരിക്കാനും അവരെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോക്ക്ഡൌൺ കാലത്ത് ജോലി നഷ്ടപ്പെട്ട അനേകരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ടതായിട്ടുള്ള വിശാലത നൽകി, സമ്പത്ത് നൽകി അവരെ നീ പുലർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാം പ്രിയമുള്ളവർ വിദേശ രാജ്യങ്ങളിൽ, ദൂരപ്രദേശങ്ങളിലൊക്കെയും ആയിരിക്കുന്നു. അവരെ കുടുംബങ്ങളായും വ്യക്തികളായും ദൈവമുൻപാകെ നമുക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം. ദൈവത്തിന്റെ സംരക്ഷണവും കാവലും അവരോടുകൂടി ഇരിക്കുവാനും അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ നടത്തിപ്പ് ദൈവം നൽകി അവരെ പരിപാലിക്കേണ്ടതിനായി അവരിലാരെങ്കിലും ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവമേ സർക്കാരിന്റെ ഭാഗത്ത് നൽകി നിന്റെ മക്കളെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യത തുറക്കണമേ എന്നും പ്രാർത്ഥിക്കാം. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഓർക്കാം. ഈ ലോകമെമ്പാടും കഷ്ടത അനുഭവിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം.
പ്രത്യേകിച്ച് ഈ പ്രതികൂലമായിരിക്കുന്ന കോവിഡിന്റെ അനുഭവത്തിലൂടെ കഷ്ടതയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സകല രോഗങ്ങൾക്കും സൗഖ്യം നൽകുന്ന വൈദ്യനായ മഹാവൈദ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ ഭവനങ്ങളിലും ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും രൂപാന്തരം കൊണ്ടുവരുവാൻ, സത്യദൈവത്തെ തിരിച്ചറിയുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിനായി ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനകളും യാതനകളും ഒക്കെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഈ നൽകിയതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങൾക്കായിട്ട് നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. സ്തോത്രത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ വളരെ ആഗ്രഹത്തോടെ നിന്റെ മുൻപായി നിങ്ങൾ സമർപ്പിച്ച എല്ലാ യാതനകളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും അപേക്ഷകളെയും നീ കേൾക്കുകയും കാണുകയും ഞങ്ങളുടെ പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മുൻപിൽ വരുവാൻ ഞങ്ങൾ യോഗ്യരല്ല, എങ്കിലും നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർത്തത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുദിന ജീവിതത്തിൽ നിന്നോടുകൂടെ കൂട്ടായ്മ ഉള്ളവരായിരിക്കുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇതിനും തോറും ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ഞങ്ങൾ ഒന്നിച്ച് വിവിധ ഭവനങ്ങളിലിരുന്നതിന് മുൻപിൽ സമർപ്പിക്കുവാൻ കർത്താവെ വിടുതലും ആശ്വാസവും ഞങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബങ്ങളെയും വ്യക്തികളെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ഇന്നത്തെ പ്രഭാതം ഞങ്ങൾക്ക് നൽകിയല്ലോ, ഈ ആരാധന ധന്യമാക്കി തീർത്ത് ഓർത്ത് സ്തോത്രം സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥനകളുടേതായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകലകർമ്മങ്ങളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും ഞങ്ങളുടെ സകല നന്മയ്ക്കായും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുക്കുന്നതിനും സ്നേഹത്തിന് വേണ്ടിയും കൃപാവലികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അതരകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തുകയാണ്. സകലകർമ്മങ്ങളെയും കുറിച്ചുള്ളതായ ബോധം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അവനും നിനക്ക് പരിശുദ്ധ സകല ബഹുമാനം മഹത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവെ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനയെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും അവർക്ക് കൃപയും ശക്തിയും ലഭിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. വിശുദ്ധ ആരാധനയുടെ അവസാനമായി ജ്ഞാനകീർത്തനങ്ങളിൽ 180 ചേർന്നു. ജ്ഞാനകീർത്തനങ്ങളിൽ 180.
സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ വന്നു പോയ എല്ലാ കുറവുകളെയും നീ ക്ഷമിച്ചു തോർത്ത് സ്തോത്രം. നിന്റെ മുൻപാകെ ഞങ്ങൾ സമർപ്പിച്ച യാചനകളെയും പ്രാർത്ഥനകളെയും നീ കേട്ടതുകൊണ്ട് നന്ദിയോട് നിന്ന് സ്തുതിക്കുന്നു. കർത്താവ് നീ കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് നന്ദിയുള്ളവരായി ജീവിപ്പാൻ, കർത്താവ് നിന്നോടുള്ള കൂട്ടായ്മയിൽ എന്നും ഉറപ്പുള്ളവരായി നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഇന്നത്തെ ദിവസം എല്ലാ ആശീർവാദങ്ങളും നന്മകളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കർത്താവ് നിങ്ങളുടെ സാക്ഷികളായിരിക്കാൻ ഞങ്ങളെ ശക്തീകരിച്ചു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളെ, കുടുംബങ്ങളെ, കർത്താവ് വ്യക്തികളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.